നമസ്കാരം. നിറങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഏവരും തന്നിരിക്കുന്നതായ ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. മനസ്സിൽ ഉടനെ നടക്കേണ്ടതായ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ചില ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ഈ രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. അതുമായി ബന്ധപ്പെട്ടും മറ്റു ചില കാര്യങ്ങളും വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഏവരും തന്നിരിക്കുന്ന രണ്ട് നിറങ്ങളിൽ ഒരു നിറം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു നിറം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നിറമായ മഞ്ഞയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. വളരെ പക്വമായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. മനസ്സിലുള്ള ആഗ്രഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് വളരെ ഫലപ്രദമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹം നടക്കുന്നതിനുള്ള ചില വഴികൾ തെളിയുന്നതിനുള്ള സാധ്യതകൾ വന്നു ചേരും. അതിനാൽ പക്വതയോടെ തന്നെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. സുരക്ഷിതമായി തന്നെ പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. കൃത്യമായി തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ മുന്നോട്ട് പോകുവാനും ആ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് സാധിക്കും. കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അഥവാ ആഗ്രഹ സാഫല്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സഹായകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അഥവാ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുന്നത്. എന്നാൽ ഉടനെ തന്നെ സംഭവിക്കണം എന്നില്ല. അല്പ ദിവസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ അല്പം നാളുകൾക്കുള്ളിലോ ഈ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ അല്പം ഭയം നിങ്ങളിൽ കടന്ന് കൂടുവാനുള്ള സാധ്യതകൾ വളരെ വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക. ഈ ആഗ്രഹം നടക്കുമോ എന്നുള്ള ഉത്കണ്ഠ ഭയം നിങ്ങളെ പലപ്പോഴും വേട്ടയാടാവുന്നതുമാണ്. എന്നാൽ അത്തരത്തിൽ വന്നു ചേരുന്നതായ ചിന്തകൾ ഒഴിവാക്കി നിങ്ങൾ ശരിയായ രീതിയിൽ പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിറച്ച് മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. കൂടാതെ ഈ സമയം ചില ഉപദേഷ്ടാക്കൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അവരുമായി ബന്ധപ്പെട്ട ചില ഉപദേശങ്ങൾ നിങ്ങൾക്ക് പല വിധത്തിലുള്ള കൺഫ്യൂഷനുകൾ അത്തരത്തിലുള്ള ചില ആശങ്കകൾ വന്ന് ചേരുന്നതിന് കാരണമായി തീരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. ഉപദേശങ്ങൾ അത് ശരിയായ രീതിയിൽ സ്വീകരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നന്മയുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് പല അവസരങ്ങളിലായി തന്നെ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നതായ കാര്യങ്ങളായി മാറും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് നേർവഴിക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതാകുന്നു. പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് ശരിയായ രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിനാൽ ആഗ്രഹ സാഫല്യം വൈകുന്നു എന്നതും വാസ്തവമായ കാര്യമാകുന്നു. എന്നാൽ അതെല്ലാം ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കും. ആഗ്രഹ സാഫല്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റു ചില കാര്യങ്ങളും നേർവഴിക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ആ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ ക്രമേണ അനുകൂലമായി തീരും. ക്രിയേറ്റീവായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ പലപ്പോഴും അബദ്ധങ്ങൾ പിണയുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. മുൻപിൻ നോക്കാതെ പല കാര്യങ്ങളും ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അസൂയ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ വച്ച് പുലർത്താത്തവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും. ഭൗതിക നേട്ടത്തെക്കാൾ ആത്മീയപരമായ നേട്ടങ്ങളും ജീവിതത്തിൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. അഥവാ ആത്മീയ കാര്യങ്ങളിൽ കൂടി താല്പര്യം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അമിതമായ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങൾക്ക് നടക്കുന്നതായ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അല്ലാതെ നടക്കില്ല എന്ന് ഉറപ്പുള്ളതായ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നില്ല എന്നതാണ് വാസ്തവം. അതിനാൽ അമിതമായ ആഗ്രഹങ്ങളില്ല എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കുവാൻ സാധിക്കും.
എന്നാൽ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നടക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം. പലവിധ വാഗ്ദാനങ്ങൾ പലർക്കും നിങ്ങൾ നൽകിയിട്ടുണ്ടാകാം. അതിൽ ചിലത് പാലിക്കപ്പെടാൻ സാധിച്ചിട്ടില്ല എന്നതും വാസ്തവമാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ പാലിക്കപ്പെടുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാണ് ഇത്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് സ്നേഹം വിചാരിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാകുന്നു. പല വ്യക്തികളും നിങ്ങൾക്ക് അനുകൂലമായ നിലപാടുകൾ സ്വീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. രോഗശാന്തി അല്ലെങ്കിൽ ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഈ സമയം ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് ക്രമേണ അനുകൂലമായി തീരും. രണ്ടാമത്തെ നിറമായ പച്ച നിറമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലം ഇപ്രകാരമാകുന്നു. നിഷ്കളങ്കത ഉള്ളവരാണ് നിങ്ങൾ. അതിനാൽ പലപ്പോഴും ജീവിതത്തിൽ പല വിധത്തിലുള്ള ചതികൾ നിങ്ങൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അത് മറച്ചു വയ്ക്കാത്തവരാണ് എന്ന് തന്നെ നിങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. പലപ്പോഴും പല ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ പരാജയത്തിലാണ് നിങ്ങളെ നയിച്ചിട്ടുള്ളത്. എന്നാൽ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്നതായ അല്ലെങ്കിൽ വിചാരിച്ചിരിക്കുന്നതായ ആഗ്രഹം നടക്കാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ അല്പം കൂടി സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനിവാര്യം തന്നെയാകുന്നു. ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കേണ്ടതാകുന്നു. പൊതുവെ നിങ്ങൾ മറ്റുള്ളവരാൽ പലപ്പോഴും പറ്റിക്കപ്പെടുന്നതാകുന്നു. അതിനാൽ തിരിച്ചറിവ് വൈകുന്നു എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു. അതല്ല എങ്കിൽ ആഗ്രഹ സാഫല്യങ്ങൾ അത് ശരിയായ രീതിയിൽ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വീണ്ടും നീണ്ടുപോകും എന്നതാണ് വാസ്തവം. അതിനാൽ ഈ കാര്യങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പുതിയ മുന്നേറ്റങ്ങൾ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നടത്തുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം മുന്നേറ്റങ്ങൾ വിജയത്തിൽ കലാശിക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. പലവിധ ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ട്. എന്നാൽ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നടക്കാത്തതായ സാഹചര്യവും നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ആഗ്രഹങ്ങൾ ലളിതം തന്നെയാകുന്നു. അതിനാൽ തന്നെ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ ആ ശ്രമങ്ങൾ വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല വിധത്തിലുള്ള കള്ളത്തരങ്ങൾ പലരും നിങ്ങളോട് കാണിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും അത് തിരിച്ചറിയുവാൻ വൈകുന്നു എന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്നതായ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാകുന്നു. എന്നാൽ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചു തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. നന്മയുള്ള മനസ്സിന് ഉടമകൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ കൂടിയാണ് ഈശ്വരാധീനം നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചിരിക്കുന്നത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തുചാട്ടം ഉള്ളവരാകുന്നു. ആഗ്രഹവുമായി ബന്ധപ്പെട്ടും അത്തരം എടുത്തുചാട്ടങ്ങൾ നടത്താൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക. അതല്ല എങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമായി മാറാം. കാരണം ആഗ്രഹ സാഫല്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറയുകയും അല്ലെങ്കിൽ കാലതാമസം നേരിട്ടു എന്ന് വരാം. ആദർശമുള്ള വ്യക്തികളാണ് നിങ്ങൾ. ആദർശം എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരാണ് എന്ന് തന്നെ പരാമർശിക്കാം. എന്നാൽ പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുകയും എന്നാൽ അത് വൈകുകയും ചെയ്യുന്നതായ സാഹചര്യമുണ്ട്. തീരുമാനങ്ങൾ എടുക്കുവാൻ പലപ്പോഴും ബുദ്ധിമുട്ടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. നഷ്ടങ്ങൾ ജീവിതത്തിൽ പല വിധത്തിലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികമായ നഷ്ടങ്ങളാകാം. അത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധ പുലർത്തണം. മികച്ച തൊഴിൽ ലഭിക്കുവാൻ നിങ്ങൾ കഷ്ടപ്പെടുന്നു എങ്കിൽ അത് ഫലപ്രാപ്തിയിലെത്തും. അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. ആഗ്രഹിച്ചതായ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ അതിൽ ഉറച്ചു നിൽക്കണം എന്ന കാര്യവും പ്രത്യേകിച്ചും നിങ്ങൾ ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നഷ്ടപ്പെട്ടതായ പലതും നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അല്പം വൈകിയാലും നേട്ടങ്ങൾ ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് തന്നെയാണ് ഫലം. ആരോഗ്യപരമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഏകാഗ്രത വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.
കൂടാതെ ഈ സമയം മറ്റുള്ളവർ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു. എന്നാൽ അത് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കാൻ ഇനി നിങ്ങൾക്ക് സാധിക്കും. ആഗ്രഹങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം, ഇതേക്കുറിച്ച് പലരും നിങ്ങൾക്ക് പല വിധത്തിലുള്ള ഉപദേശങ്ങൾ നൽകുന്നതാണ്. എന്നാൽ അത്തരത്തിലുള്ള ഉപദേശങ്ങൾ തനിക്ക് അനുകൂലമാകുമോ എന്ന് 2 വട്ടം ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ പാടൂ എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലമായ കാര്യങ്ങൾ പോലും അനുകൂലമായി ഭവിക്കാം.